എല്ലാവർക്കും ഹായ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ App24 പ്രൊവൈഡർ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊവൈഡറായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ App24 പ്രൊവൈഡർ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നാട്ടുകാരിലേക്ക് എത്തിക്കുകയും അതുവഴി നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുക. പ്ലേ സ്റ്റോറിലെത്തിയതിനു ശേഷം അവിടെ App24 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ App24 പ്രൊവൈഡർ, അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഇപ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുക്കുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങൾ App24 പ്രൊവൈഡർ ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. മെയിലോ ഫീമെയിലോ അത് കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത്യാവശ്യം ഓർത്ത് വെക്കാൻ ഈസിയായിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കൺട്രി ക്ലിക്ക് ചെയ്യുക. അതിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. ബിസിനസ് ടെറിട്ടറി, അതിൽ കേരള സെലക്ട് ചെയ്യുക. ടെറിട്ടറി പിൻകോഡ്, നിങ്ങളുടെ ഇപ്പോൾ പിൻകോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. റെഫറൽ കോഡ് നമുക്കിപ്പോൾ ആവശ്യമില്ല. അടുത്തതായിട്ട് മാനേജർ ഫോൺ നമ്പർ, നിങ്ങളെ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പോൾ ആളുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ഇത് തെറ്റിക്കാതെ ടൈപ്പ് ചെയ്യുക. ഈ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അപ്രൂവ് ആവുന്നതായിരുന്നു നിങ്ങളുടെ പ്രൊവൈഡർ റിക്വസ്റ്റ്. അപ്പോൾ നമ്പർ എല്ലാവരും തെറ്റാതെ ടൈപ്പ് ചെയ്യുക. നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാനേജറാണ് നിങ്ങളുടെ പ്രൊവൈഡർ അപ്രൂവ് ചെയ്യുന്നത്. അടിയിൽ ഐ അക്സെപ്റ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോകുമ്പോൾ ഒരു OTP നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലായിരിക്കും OTP വരുന്നത്. OTP ടൈപ്പ് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുക. രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ആം റെഡി ടു ഡ്രൈവ് ഓർ ഡെലിവർ, ആം റെഡി ടു സെർവ്. ഇപ്പോൾ ഡ്രൈവർ അതിൽ ഡെലിവറി പോയി അങ്ങനെയുള്ളൊരു സെക്ഷൻ ആണെങ്കിൽ ആം റെഡി ടു ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലംബിംഗ്, പെയിൻറ്റിങ്, കാർപ്പൻറ്റർ അങ്ങനെയുള്ള സർവീസുകളാണെങ്കിൽ ആം റെഡി ടു സെർവ് ക്ലിക്ക് ചെയ്യുക. അതിൽ സർവീസസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് സർവീസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് സർവീസ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക. എക്സാമ്പിളാണെങ്കിൽ ഇപ്പോൾ പ്ലംബർ എടുക്കുകയാണ്. പ്ലംബർ ക്ലിക്ക് ചെയ്യുക. ഈ ജനറൽ പ്ലംബിംഗ് വർക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ബോക്സ് ആണ്. ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പെൻസിൽ ബട്ടണിൽ വന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ റേറ്റ് എത്രയാണ് അതവിടെ കൊടുക്കുക. ഒരു ദിവസം 900 രൂപയാണെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതവിടെ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. സേവ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിൽ ഫസ്റ്റ് കോമൺ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ അഡ്രസ് പ്രൂഫ് കൊടുക്കുക. ഇപ്പോൾ ആധാർ, ലൈസൻസ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കുക. ഫസ്റ്റ് അഡ്രസ് പ്രൂഫിൻ്റെ ഫ്രണ്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. എലവ് കൊടുക്കുക. നിങ്ങളുടെ ഒറിജിനൽ അഡ്രസ് പ്രൂഫ് ഇവിടെ കാണിക്കേണ്ടതാണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണിത്. ശേഷം ടിക്ക് കൊടുക്കുക. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക. അടുത്ത
അടുത്ത അഡ്രസ് പ്രൂഫിൻ്റെ ബാക്ക് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ എടുക്കുക, ടിക്ക് കൊടുക്കുക, നിങ്ങളുടെ സൈസ് ക്രോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ലൈസൻസ് ഒക്കെ വെച്ചതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ആ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കാലണ്ടറിൽ നിന്ന് എക്സ്പയറി ഡേറ്റ് കാലണ്ടറിൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോകുമ്പോൾ അടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു പേജ് കാണാൻ പറ്റും നമുക്ക്. അവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക, ക്യാമറ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക, ടിക്ക് കൊടുക്കുക. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, കംപ്ലീറ്റ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു പേജാണ്. ബാങ്കിൻ്റെ നെയിം കൊടുക്കുക, ബാങ്കിൻ്റെ IFSC കോഡ് അവിടെ കൊടുക്കുക. അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ലൊക്കേഷനെല്ലാം കൊടുക്കുക. ഈ ഒരു പേജ് ബാക്ക് പോവുക. ഇപ്പോൾ നിങ്ങൾ App24 പ്രൊവൈഡർ ഇപ്പോൾ രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത അപ്രൂവൽ സ്റ്റേജാണ്. അത് നിങ്ങൾ നേരത്തെ ഒരു മാനേജർ നമ്പർ കൊടുത്തിട്ടാണ് ഓർമ്മയുണ്ടെങ്കിൽ ആ മാനേജറാണ് നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ മാനേജർ നമ്പർ തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പേജ് വരെ എത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ മാനേജർ നമ്പർ പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ ആ മാനേജർ നിങ്ങളുടെ അപ്രൂവൽ ആവണത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാക്സിമം ഒരു 1 hour to 2 hourനുള്ളിൽ അപ്രൂവൽ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ App24 പ്രൊവൈഡർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തതായി നിങ്ങൾ അഡ്മിൻ്റെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുക. അത് നിങ്ങളുടെ കൊടുത്ത ഡാറ്റാസും ഇപ്പോൾ അഡ്രസ് പ്രൂഫും എല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്മിൻ നിങ്ങൾ വെരിഫൈ ചെയ്യും. ഈ അഡ്മിൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു മാനേജർ നമ്പർ കൊടുത്തത് ഓർമ്മയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ മാനേജറാണ് നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നത് നിങ്ങളുടെ ഫയൽസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ആ മാനേജർ ഫോൺ നമ്പർ, എൻ്റെ ഫോൺ നമ്പർ ഒരടിയിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അഡ്മിൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നിങ്ങൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സമയത്ത് നിങ്ങൾ ഗോ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ഈ ഗോ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് App24ൻ്റെ വർക്കുകൾ എടുത്ത് തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുക. ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ സമയത്ത് App24ൻ്റെ വർക്കുകളൊന്നും വരുന്നതല്ല. അതുകൊണ്ട് പിന്നെ രാവിലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.